ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്റ്റൈൽ ഡ്രൈ അവിയലാണ്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് തന്നെ അവിയൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചേന ഒരു കഷ്ണം നീളത്തിൽ അരിഞ്ഞത്, അതിങ്ങനെ അധികം വണ്ണത്തിൽ അരിയണ്ട, അധികം ഇങ്ങനെ തിന്നായിട്ടും അരിയണ്ട കേട്ടോ. ആ ഒരു രീതിയിൽ ഒരു മീഡിയം സൈസിൽ അരിഞ്ഞെടുക്കുകയാണ് എപ്പോഴും നല്ലത്. പിന്നെ വേണ്ടത് ഒരു മുരിങ്ങയ്ക്കയാണ്. പിന്നെ ഒരു കഷ്ണം മത്തങ്ങ, യെല്ലോ കളറിൽ കാണുന്നത് മത്തങ്ങയാണ് കേട്ടോ. പിന്നെ വേണ്ടത് പടവലങ്ങ ഒരു കഷ്ണമാണ് വേണ്ടത്. ഒന്നും അധികം എടുക്കരുത്, എല്ലാം കുറച്ച് കുറച്ച് എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റാണ്. പിന്നെ വേണ്ടത് ഒരു പച്ചക്കായ. അത് നേന്ത്രക്കായ അല്ല ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. നേന്ത്രക്കായ ആണെങ്കിൽ ഒന്നിൻ്റെ പകുതിയൊക്കെ എടുത്താൽ മതിയാവും, വലുതാണെങ്കിൽ ഒന്നിൻ്റെ പകുതി എടുത്താൽ മതിയാവും. ഒരു 8-10 പയർ എടുത്തിട്ടുണ്ട്. പയറില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ബീൻസ് എടുക്കാവുന്നതാണ്. പിന്നെ ഒരു കഷ്ണം കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരിക്ക, ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഇപ്പം ഞാനെടുത്ത ഈ വെജിറ്റബിൾസ് 3/4 കിലോയ്ക്ക് കൂടുതലുണ്ടായിരിക്കും. അതായത് ഒരു 750ലും കൂടുതലുണ്ടായിരിക്കും. 800-850 ഗ്രാംസൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഏതാണ്ടൊരു കണക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിലില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ കയ്പ്പയ്ക്ക, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, ബീൻസ്, അമരക്കായ ഏത് വേണമെങ്കിൽ ഇതിന് പകരം എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചട്ടിയിൽ അല്ലെങ്കിൽ കൽച്ചട്ടിയിൽ അല്ലെങ്കിൽ വലിയ ഒരു കടായിൽ ഉണ്ടാക്കാവുന്നതാണ്. കൽച്ചട്ടിയിലൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ മൺചട്ടിയിലാവുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. ആ ചൂടാവേണ്ട ഒരു താമസമേ ഉള്ളൂ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇത് അടി പിടിക്കില്ല, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. ഇനി അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ഞാൻ ഒന്നിച്ചിടാതെ ഓരോന്നായിട്ടാണ് ഇപ്പോൾ ചട്ടിയിലിടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവാൻ സമയമെടുക്കുന്നത് ചേനയാണ്. അപ്പോൾ ഏറ്റവും അടിയിൽ ചേന വരത്തക്ക വിധത്തിലാണ് അപ്പോൾ ഞാനിത് പച്ചക്കറി ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അടിയിലാവുമ്പോൾ ചേന പെട്ടെന്ന് വെന്ത് കിട്ടും. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. പിന്നെ മുരിങ്ങയ്ക്ക ഇട്ടു, പിന്നെ പടവലങ്ങ, ക്യാരറ്റ്, അതുപോലെ തന്നെ കുമ്പളങ്ങ. ഏറ്റവും അവസാനം ഞാൻ മത്തങ്ങയാണ് ഇട്ടത്. കാരണം മത്തങ്ങ അടിയിൽ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്തിട്ട് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം മത്തങ്ങ ഏറ്റവും മീതെയാണ് ഇട്ടത്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണിൽ താഴെ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൽ മുളക് പൊടിയുടെ ടേസ്റ്റ് അല്ല, പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് അവിയലിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ പച്ചമുളക് കൂടുതൽ ചേർത്തിട്ട് മുളക് പൊടി വേവിക്കുമ്പം കുറച്ച് മാത്രം ചേർത്തിട്ട് വേവിക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറവാണ് തോന്നുകയാണെങ്കിൽ ഒരു 3/4 കപ്പ് വരെയൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇനി ഇത് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുക. ആ മത്തങ്ങ അടിയിൽ പോവാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് മീതൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ആ പൊടികളും ഉപ്പൊക്കെ കൂടിയിട്ട് ഒന്ന് യോജിപ്പ് വരാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തിളച്ച് ആവി വന്നതിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇത് വേവിക്കുക. ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല അവിയലിന്. ഇനിയിപ്പോൾ ഞാനിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ജീരകം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി, അരഞ്ഞ് പോകരുത് കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത്, ഒന്ന് ഒതുക്കിയെടുക്കുക. അതായത് നമ്മൾ ചതച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ ഒതുക്കിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതാ കഷ്ണമൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ കുറേയൊക്കെ വറ്റിയിരിക്കുന്നു, അധികം വെള്ളമൊന്നുമില്ല. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി, ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 5-6 പച്ചമുളക് എരിവിനനുസരിച്ച് ചതച്ചത് ചേർക്കാം. പിന്നെ ഒരു 6 ചുവന്നുള്ളി ചതച്ചത് ചേർക്കാം. ഈ പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ നാളികേരം പിന്നെ ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. പക്ഷേ അത് ചിലപ്പോൾ പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ വല്ലാതെ അങ്ങോട്ട് പൊടിഞ്ഞു പോവും. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇങ്ങനെ ചതച്ചെടുത്തത് കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. ഈ കറിവേപ്പിലയും പച്ചമുളകും പിന്നെ ഈ ചുവന്നുള്ളിയൊക്കെ ഈ നമ്മൾ ചതച്ചെടുത്ത നാളികേരത്തിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്താൽ കുറച്ചും കൂടി നല്ലതാണ്. ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചേർത്തത് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി.
അങ്ങനെയും നല്ലതാണ്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നാളികേരവും ഈ കഷ്ണമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മീതെ മിക്സ് ചെയ്താൽ മാത്രം മതി. വല്ലാതെ മിക്സ് ചെയ്താൽ കഷ്ണമൊക്കെ ഉടഞ്ഞു പോവും. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. ആ ജീരകത്തിൻ്റെയൊക്കെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഇത് അടപ്പൊക്കെ തുറന്നിട്ടുണ്ട്, കറക്റ്റായിട്ടുണ്ട്, കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ചേർക്കുകയാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത്. പുളി വല്ലാതെ ഉണ്ടെങ്കിൽ തൈരിൻ്റെ അളവ് കുറച്ചിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ തൈര് ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയിൽ എന്തുണ്ടാക്കുമ്പോഴും ചൂട് കുറേ നേരം നിൽക്കും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്താൽ തന്നെ അത് നല്ല തൈര് ചൂടാവും. ഏറ്റവും അവസാനം കറിവേപ്പില, പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർക്കുക. പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ അത് വല്ലാതെ അങ്ങനെ ചൂടാവാൻ പാടില്ല. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് സാവധാനമാണ് പച്ച വെളിച്ചെണ്ണ ചേർക്കാവൂ. ആ പച്ച വെളിച്ചെണ്ണയുടെ നല്ല ഫ്ലേവർ വേണം അവിയലിന്, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.